സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണാം. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈ ചാനലിൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാമെന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ചാപ്റ്റർ നമ്പർ 11 നോക്കിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇന്ന് മുതൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇന്ന് ഉള്ളത് നിഫ്റ്റി ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 22,529 ഇപ്പം 530 എന്ന് പറയാം. 5 പൈസയുടെ ഡിഫറൻസിൽ 529.95 വന്ന് നിൽക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു യാത്ര തന്നെ ആയിരുന്നു നിഫ്റ്റിയുടേത്. ഒരു 23,800 819 ഏപ്രിൽ മാസത്തിൽ എത്താനുണ്ട്. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. രണ്ടാമത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ റവന്യൂ 11% വർദ്ധിച്ചതായിട്ട് ഇന്നൊരു പത്രക്കുറിപ്പിൽ അവർ അറിയിച്ചിട്ടുണ്ട്. സൂപ്പറാണ്. ഇന്ന് നല്ല റാലി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. NTPC അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2024 4 ജിഗാവാട്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 4 ജിഗാവാട്ട് വർദ്ധിച്ച് മൊത്തത്തിൽ 76 ജിഗാവാട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ദെൻ മഹീന്ദ്ര അവരുടെ സെയിൽസ് 4% വർദ്ധിച്ചതായിട്ട് മാർച്ച് മാസത്തിൽ വർദ്ധിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. മഹീന്ദ്ര ഹോൾഡേ എന്ന് ഓർക്കുന്ന ഒരു സൂപ്പറാണ്. ദെൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 2% ഇന്ന് വർദ്ധിച്ചതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് അവരൊരു ടൈപ്പിലെത്തിയിട്ടുണ്ട്. ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. 1173 കോടിയുടെ ഒരു കരാറാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യാൻ, ഡിഫൻസിന് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും അതിനൊക്കെയാണ്. അതേപോലെ ഗ്യാസ് ടർബൈൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ആ ഒരു കരാർ എത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഡോ ജോൺസ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇന്നലത്തെ ക്ലോസിംഗ് തന്നെയാണ്. 47 പോയിന്റ് ഗ്രീനിലാണ് അത് അവസാനിച്ചിരിക്കുന്നത്. അതേപോലെ S&P ഡോ ജോൺസ് 47 പോയിന്റ് ഗ്രീനാണ്. S&P 500 5 പോയിന്റ് ഗ്രീനാണ്. നെസ്ഡാക്ക് 20 പോയിന്റ് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബുള്ളിഷാണ്. FTSE 20 പോയിന്റ് ഗ്രീനിലാണ്. CSE 1 പോയിന്റ് ഗ്രീനിലാണ്. DAX 15 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 22,600 ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. 8 പോയിന്റ് റെഡിലാണ്. നിക്കി ജപ്പാന്റെ 566 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാങ്സങ് ആണെങ്കിൽ 148 പോയിന്റ്, ചൈനയുടെ ഹാങ്സങ് 148 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവ് മൂവ്മെന്റ് ആണ് തരുന്നത് എന്നുള്ളത് ഒരു ശുഭ സൂചനയല്ല. നാളെ രാവിലത്തെ ഓപ്പണിംഗ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 128 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 102 പോയിന്റിന് അഥവാ 0.45% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 22,455 നിന്ന് 7 പോയിന്റ് ലാഭത്തിൽ 22,462 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്നത്തെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് തന്നിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 21 ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 29 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഡിവിസ് ലാബ്, അദാനി പോർട്സ് മെറ്റൽ സെക്ടറാണ് ഇന്ന് കുതിച്ചു പോയത്. ഇത്രയും ഈ 4 സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ മുകളിൽ നല്ല രീതിയിൽ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോയത്. അതേസമയത്ത് ഏഷ്യർ മോട്ടോഴ്സ്, ടൈറ്റൻ, നെസ്ലെ ഇന്ത്യ, LTI, മൈൻട്രി ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ടും കൊണ്ടുപോയി. അവസാനം ഒരു 7 പോയിന്റ് മാത്രം ലാഭത്തിൽ അവസാനിക്കേണ്ടി വന്നു. ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 514 പോയിന്റിന്റെ ഒരു ലാഭമാണ് ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. 2.34%. അതേസമയത്ത് ഏപ്രിൽ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 7 പോയിന്റിന്റെ ഒരു, അതായത് ഇന്നൊറ്റ ദിവസത്തെ ട്രേഡിംഗിൽ കിട്ടിയ പ്രോഫിറ്റ് മാത്രമാണല്ലോ, 7 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് മാത്രമാണ്. ഇനി ഇന്ത്യ വിക്സ് 5.85% ഇന്ന് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 12.08. അതായത് വൊളാറ്റിലിറ്റി നല്ല രീതിയിൽ കൂൾ ഡൗൺ ആയി വരുന്നുണ്ട്, കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ലതാണ്. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിന് ഒരു 14-ന്റെയും 18-ന്റെയും ഇടയിലായിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റിയാണ് എപ്പോഴും നല്ലതാവുക. എന്തായാലും നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു. അതേപോലെ ഇന്ന് വിർജിൻ CPRും കൂടി വന്നിട്ടുണ്ട്. സോ നാളെ പൊളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം എങ്ങനെയാണ് വരുന്നത്. നാളത്തെ CPR നാരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ള കാര്യം ഇന്ന് കണ്ടില്ല, ഓപ്പണിംഗ് 128 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോർമലി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാൽ എന്തുകൊണ്ട് മൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഇതിന്റെ കാരണം
കാരണം നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ് 1% ആണ്. അപ്പോൾ ഒരു 200-220 പോയിൻ്റാണ് നമ്മൾ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഇപ്പോൾ ഇവിടെ 130 പോയിൻറ്റ് ഓൾറെഡി പോയി. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു 70-90 പോയിൻ്റാണ്. 90 പോയിൻറ്റിൽ ഒരു 2-3 ഒരു അരമണിക്കൂറിൻ്റെ ഒരു ഇൻ്റർവെൽ നമ്മളെന്തായാലും ഡയറക്ഷൻ അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിനകത്തൊരു 10-60 പോയിൻ്റ് അങ്ങനെയും പോകും. അത് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളരെ ചെറിയ ടാർഗറ്റിലുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ, പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 300 പോയിൻ്റൊക്കെ കയറി പോകാറുണ്ടെന്നാലും അങ്ങനെ സാധ്യത കുറവാണ്. 1% പ്രതീക്ഷിച്ച് മാത്രമാണ് ഏതൊരാളും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. സോ അതാണ് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായാൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക്. സോ ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 47,391 ഓപ്പണായി 187 പോയിന്റ് ലാഭത്തിൽ 47,578 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,109 ഓപ്പണായി 89 പോയിന്റ് ലാഭത്തിൽ 21,198 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,969 ഓപ്പണായി അവിടെ നിന്ന് 45 പോയിന്റ് ലാഭത്തിൽ 74,015 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,630 ഓപ്പണായിട്ട് 59 പോയിന്റ് ലാഭത്തോടുകൂടി 10,689 ക്ലോസ് ചെയ്ത്. എന്തായാലും ഇന്ന് എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $82.85 വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഗോൾഡ് റേറ്റും വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് $2,246 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. ദെൻ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നത്തെ അതേ റേറ്റ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. 83 രൂപ 40 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയുടെ ഒന്നും തന്നെ റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ മാസത്തെ ഒരു ഡാറ്റ നോക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിലില്ല, അത് നമുക്ക് നാളെ നോക്കാം. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി ഓട്ടോ, ഈ 2 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി മീഡിയയിൽ ഇന്ന് 4.69% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. റിയാലിറ്റിയും കുഴപ്പമില്ലാതെ കയറി പോയിട്ടുണ്ട്. 4.36% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെറ്റൽ സെക്ടറാണ് ശരിക്കും നിഫ്റ്റിയൊക്കെ മുകളിലോട്ട് കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം. 3.7% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ ETFകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചത്. ഗോൾഡ് ബീസ് ഇന്ന് 2.88% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഇന്ന് 5.69% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഏഷ്യർ മോട്ടോഴ്സ് 1.66% ഹയസ്റ്റ് ലോസും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. വേദാന്ത ലിമിറ്റഡ്, മുത്തൂറ്റ് ഫിനാൻസ്, JSW സ്റ്റീൽ, IEX, ടാറ്റ സ്റ്റീൽ, ബന്ധൻ ബാങ്ക്, വോൾട്ടാസ്, ഡിവിസ് ലാബ്, AU ബാങ്ക്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ലോറസ് ലാബ്സ്, ശ്രീറാം ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഏഷ്യർ മോട്ടോഴ്സ്, ടൈറ്റൻ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, നെസ്ലെ ഇന്ത്യ, ഹിന്ദ് പെട്രോ, ടാറ്റ കൺസ്യൂമർ, ബജാജ് ഓട്ടോ, ഭാരതി എയർടെൽ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ബാങ്ക്, SBI ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റെക്കോർഡാണ്. ഇന്ന് 2054 സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്ന അതായത് 2054 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 251 സ്റ്റോക്കുകൾ മാത്രമാണ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് NSEയിൽ. ദെൻ നിഫ്റ്റിയുടെ PCR 0.97 ആണ്. അതായത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. 22,462 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 149 പോയിന്റ് മുകളിലായിട്ട് 22,611 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 22,500 87 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന് പകരമായിട്ട് ഹയസ്റ്റ് പുട്ടുള്ളത് 22,300 പക്ഷേ അവിടെ 62 ലക്ഷം പുട്ട് മാത്രമേ റൈറ്റ് ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റിനെ താഴോട്ട് പോകാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.08 വർദ്ധിച്ചിട്ടുണ്ട്. ക്ലിയർലി ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ അപ്വേർഡ്സ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. സ്പോട്ട് പ്രൈസ് 47,578 അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 364 പോയിന്റ് മുകളിലായിട്ട് 47,942 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചർ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 48,028 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 47,000 27 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടക്ക് നിൽക്കുന്നുണ്ട് മുകളിലോട്ടും താഴോട്ടും. നോക്കാം 1000 പോയിന്റിന്റെ ഡിഫറൻസിൽ മാർക്കറ്റ് അങ്ങോട്ട് പോകും എന്നുള്ളത്. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. ദെൻ പ്രധാനപ്പെട്ട നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗോപാൽ സ്നാക്സും ദെൻ മൻരാജ് ഹൗസിംഗ് ഫിനാൻസ് ഇത്രയും ഈ 2 കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അർജന്റീനയിലെ ടാക്സ് റവന്യൂ ഡാറ്റ നാളെയാണ്. ഓസ്ട്രേലിയയുടെ ജൂഡോ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI ഫൈനൽ നാളെയാണ് വരുന്നത്. കൊറിയയിലാണ് CPI നാളെയാണ്. ജപ്പാന്റെ 10-year JGB ഓപ്ഷൻ നാളെയാണ്. ഇന്ത്യയിൽ HSBC മാനുഫാക്ചറിംഗ് PMI നാളെയാണ് വരുന്നത്. UK നാഷണൽ വൈഡ് ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ്, ഇറ്റലി HCOB മാനുഫാക്ചറിംഗ് PMI ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് വരാനുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇവൻറ്റ് HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ മാർച്ച്
2024. ഇതാണ് ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഈവൻറ്റ്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും പറയാം മാർക്കറ്റ് എല്ലാവരും ഫുള്ളാക്കി എന്ന് തന്നെ പറയാം. ഏപ്രിൽ ഫുൾ എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ട്രേഡേഴ്സിനെ ഫുള്ളാക്കി എന്ന് തന്നെ പറയാം. കാരണം എന്തൊക്കെയോ സിഗ്നൽ വന്നിട്ട് ഒന്നും തരാതെ തിരിച്ചു പോയി. ഞങ്ങൾ ഇന്ന് 10 ട്രേഡിൽ നിന്നും 1.2% ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് 7,174 രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 3.8% ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് കിട്ടിയില്ല, ഫിൻ നിഫ്റ്റിയിൽ ട്രേഡ് കിട്ടിയില്ല. മിഡ് ക്യാപ്പ് ഇന്ന് 3.5% പ്രോഫിറ്റ് ഉണ്ട് തന്നിട്ടുണ്ട്. സെൻസെക്സിൽ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. സെൻസെക്സിൽ 4% ലോസാണ്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 2.9% ലോസാണ്. സോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മന്ത്ലി പെർഫോമൻസ് ഒന്നും തന്നെ നോക്കാനില്ല. അപ്പോൾ 7,174 രൂപ നഷ്ടമാണ് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റാസ് ലെവൽസിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് തന്നു. സോ ആ മൂവ്മെൻ്റ് എല്ലാം അവിടെ കഴിഞ്ഞു. പിന്നെ വെറുതെ ഇട്ട് വലിപ്പിച്ച് അവസാനത്തെ, അതായത് 3 മണിക്കുള്ള ഒരു ക്യാൻഡിലാണ് ഒരു അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കിട്ടിയത്. വളരെ അതിൻ്റെ ഇടയിൽ സ്പൈക്ക് വന്നിട്ട് ഒത്തിരി പേർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് സത്യമാണ്. അതല്ലാതെ ഒരു പ്രോപ്പർ മൂവ്മെൻറ്റിൽ ഇന്ന് മിഡ് ക്യാപ്പിൽ പ്രോപ്പർ മൂവ്മെൻറ്റിൽ ആർക്കും തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിട്ട് ഒരു ഐഡിയ ഇല്ല. ദെൻ ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി, ഞാൻ റാസ് ലെവൽസ് വരച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ടെലിഗ്രാം ചാനലിൽ റാസ് ലെവൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി റാസ് ലെവൽസും ഡെയിലി ഉള്ളത്, നാളത്തേക്കുള്ളതും ഏപ്രിൽ മാസത്തേക്കുള്ളതും ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുക്കാൻ മറക്കരുത്. ദെൻ ഇതിനൊന്നും പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, ഫ്രീ ഓഫ് സർവീസ് ആയിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇവിടെ കണ്ടില്ലേ ഇന്നത്തെ ഒരു ക്ലോസിങ് കൃത്യമായിട്ട് നമ്മുടെ ആ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ടച്ച് ചെയ്തു, റിജക്ഷനായി താഴോട്ട് വന്നൊരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് പോകണം. അത് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ആ രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കയറി പോകും. ദെൻ ഇവിടെ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സും ആ രീതിയിലുള്ള ഒരു ക്ലിയർലി ഒരു അപ്വേർഡ്സ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് അതിൻ്റെ എക്സ്പയറി ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് അടിപൊളി നല്ലൊരു ക്ലോസിംഗ് ആണ്. നല്ല സൂപ്പർ പവർഫുൾ ക്യാൻഡിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ മൂവ്മെൻറ്റ് ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ 3 മണിക്ക് ശേഷം ഇൻട്രാഡേ ട്രേഡ് എടുക്കാറില്ല. 3 മണിക്ക് ശേഷമാണ് ഈ മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സോ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സിന് കിട്ടിയിട്ടില്ല എന്നത് ഖേദകരമായൊരവസ്ഥയാണ്. ഇനി ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് വന്നിരിക്കുന്നത് ക്ലിയർലി നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ എന്താ പറയുക, റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഈ ഒരു അനലൈസ് ഇവിടെ വന്നിട്ട് മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പൊങ്ങി വീണ്ടും അവിടെ റീടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റിങ്ങിൽ മിക്കവാറും പൊട്ടേണ്ടതാണ്, പൊട്ടിയില്ല, പവർഫുള്ളായിട്ട് തിരിച്ചു കയറി. അടുത്തത് അതിനേക്കാളും ചെറിയ മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തു. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടായിരുന്ന ലോയും ഇവിടെ ഉണ്ടായിരുന്ന ലോയും ഈ ഒരു ലോയും തമ്മിൽ എപ്പോഴോ മുകളിലോട്ട് കയറി പോകുന്നതായിട്ട് മനസ്സിലായി. അത് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ താഴോട്ട് വന്ന അതേ മൂവിങ് ആവറേജ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി മുകളിലായിട്ടൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മുകളിലോട്ട് കയറി പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ വെയിറ്റ് വരുന്നത് വരെ നമ്മൾ ഇങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് നിൽക്കണം. ഇത് വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു പോക്ക് പോകും. നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ ബാങ്ക് എക്സിലും അത് തന്നെയാണ്. ഇനി ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കൺഫേം ആവുന്നുണ്ട്. സോ കണ്ടില്ലേ അതിൻ്റെ കയറി പോകുന്ന നല്ല പോക്കാണ് പോകുന്നത്. സോ വളരെ അടുത്താണ് ഓൾ ടൈം ഹൈ കിടക്കുന്നത്. ഒരു 3-4 ദിവസം കൊണ്ട് ഈ ഓൾ ടൈം ഹൈ അത് ടച്ച് ചെയ്യും. ഓൾ ടൈം ഹൈന്ന് ചിലപ്പോൾ റിജക്ഷൻ ഉണ്ടാവും, പക്ഷേ അത് വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കാനില്ല, കയറി അങ്ങ് പോയാൽ മതി. സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് 28-ാം തീയതി പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത് 1130 പേരാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9340 പേരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 35 കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ജിതിൻ ചെയിൻ, യൂസഫ് കാവിൽ, ദെൻ സജിത് തമ്പുരു, ഇത്രയും പേർക്ക് താങ്ക് യു പറയുകയാണ്. അഖിൽ പറഞ്ഞത് നിഫ്റ്റി താഴാനാണ് പോകുന്നത്, ചൊവ്വ മുതൽ ഇനി ഇലക്ഷൻ റിസൾട്ട് വരണം കയറാൻ. തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട് ബ്രദർ, ആ ഒരു കാഴ്ചപ്പാടിന്. ഷാജൻ പി താങ്ക് യു വെരി മച്ച്. ബിജു എം ജോസഫ് താങ്ക് യു വെരി മച്ച്. ബൈജു ജോസഫ് ഇന്ന് പൊളിച്ചു. നിഫ്റ്റി CE 70%, PE 80%, 150% പ്രോഫിറ്റ്. അടിപൊളി, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ജയചന്ദ്രൻ താങ്ക് യു വെരി മച്ച്. ആൻഡ് ശൈലേഷ് കുമാർ എം താങ്ക് യു വെരി മച്ച്.
അഫ്സൽ KPLY 22,326 Nifty closing range, GIFT Nifty above 22,500. ഓക്കെ, 326 എന്നൊരു നമ്പർ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ലെവലിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അല്ല, 450 മുകളിലാണ് ഇന്നത്തെ ക്ലോസിങ്. ഗ്രാൻഡ് കൊച്ചിൻ 2500 PE ഇന്ന് പൊളിച്ചു. അടിപൊളി, കൺഗ്രാജുലേഷൻസ്. നെപ്പോളിയൻ നങ്ങൂരാം, നെപ്പോളിയൻ, ഞാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്കത് പെട്ടെന്ന് ചെറിയ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. കന്നഡ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്. കന്നഡ വെക്കേണ്ടി വരുന്ന തോന്നുന്നത്. 90%, 90%, 80% ശരി ആകാറുണ്ട്. ദെൻ യു ആർ മോർ ദാൻ വാറൻ ബഫറ്റ് ഇഫ് യു അച്ചീവ് 30% ഇൻ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അനാലിസിസിൽ പറയുന്നത്, പ്രിഡിക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു 60-70% ഒക്കെ അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട് എന്നുള്ളത്. 90% ഓക്കെ, ഈവൻ എത്ര പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് പോയി എന്ന് കരുതിയിട്ട് അത് മുഴുവൻ പ്രോഫിറ്റ് ആകും എന്നില്ലല്ലോ. പ്രോഫിറ്റ് ആകുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് പോലെ മുഴുവൻ തന്നെ 100% ഞാൻ പറയുന്ന പോലെ പോകുന്നുണ്ടെങ്കിൽ പോലും അത് മുഴുവനായിട്ട് പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റില്ല. അതൊരു സത്യാവസ്ഥ. സോ അത് ഒരു കാര്യം. രണ്ടാമത്തത്, ഇവിടെ പറഞ്ഞ വാറൻ ബഫറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് അദ്ദേഹം പറഞ്ഞ 24% ഒക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്നത് എത്ര മില്യൺ ഡോളേഴ്സാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് കൂടി ചിന്തിക്കണം. അതായത് ഞാൻ സിമ്പിൾ, ഒരുപാട് റോക്കറ്റ് സയൻസിലേക്കൊന്നും പോകണ്ട. 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. 10 ലക്ഷം രൂപ എൻ്റെ അടുത്തിരിക്കുന്ന 10,000 രൂപ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാണ്. നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് കൺഫേംഡ് ആണ്, ഒക്കെയാണ്. ഈ 10,000 രൂപയുള്ള ആൾ എങ്ങനെയൊക്കെ ഔട്ട് ഓഫ് ദ മണി വെച്ച് എടുത്തിട്ട് അയാൾ ഒരു 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. 10 ലക്ഷം രൂപ കയ്യിലുള്ള എനിക്ക് ആ 80% പ്രോഫിറ്റ് ആഗ്രഹിക്കാൻ പറ്റില്ല. അത് എനിക്ക് ശ്രമിക്കാൻ പറ്റില്ല. ഒരിക്കലും എനിക്കത് ബുക്ക് ചെയ്യാനും പറ്റില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഉപയോഗിക്കുന്ന പൊസിഷൻ സൈസും ഒക്കെ കൂടിയായിട്ട് മനുഷ്യൻ്റെ ഫിയർ വർക്കൗട്ട് ആവും. അതായത് സൈക്കോളജി ഭയങ്കര പ്രശ്നമാണ് ഇതിൽ. അത് രണ്ടാമത്തെ ഒന്ന്, ഈ എമൗണ്ട് കാണുമ്പോഴുള്ള പ്രശ്നം. അതായത് ഒന്ന് ചെറിയ എമൗണ്ട് ആകുമ്പോൾ പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഇത് കൈവിട്ട് കളിക്കാൻ വേണ്ടി എത്ര റിസ്ക് എടുക്കാനും നമുക്ക് ധൈര്യം ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ലൈഫ് ടൈം സേവിങ്ങിൻ്റെ അത്രയും ഉള്ള ഒരു ഫിഗർ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ അധികം റിസ്ക് എടുക്കില്ല. വളരെ 1 or 2% പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങ് മാറാൻ ശ്രമിക്കുക. അത് രണ്ടാമത്. മൂന്നാമത്തെ ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിന് കോടിക്കണക്കിന് ആസ്തിയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 25,000 രൂപ ലോസ് വരിക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് ചിരിച്ചുകൊണ്ടങ്ങ് വിട്ടിട്ട് പോകും. അതേസമയത്ത് ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ഒരാൾ, അയാൾക്ക് ട്രേഡിങ്ങിൽ രണ്ടുപേരും ഒരേ എമൗണ്ടാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 25,000 രൂപ ലോസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കാരണം അത്രയും വലിയ കമ്പാരിറ്റീവ്ലി അയാളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ റീച്ച് ചെയ്യുന്ന ഒരു ഫിഗറും ആദ്യത്തെ ആൾ റീച്ച് ചെയ്യുന്ന ഒരു ഫിഗറും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന എമൗണ്ടും 10 കോടിയും 5 കോടിയും കൈകാര്യം ചെയ്ത ഒരാൾക്ക് 10,000 രൂപ 25,000 രൂപ ലോസ് എന്ന് പറഞ്ഞാൽ അയാൾക്കത് മാനേജബിൾ ആണ്. അയാൾക്കത് കൈകാര്യം അത് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ പരമാവധി 50,000 രൂപയോ 1 ലക്ഷം രൂപയോ മാത്രം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് 30,000 രൂപ ലോസ് അല്ലെങ്കിൽ 25,000 ലോസ് എന്ന് പറഞ്ഞാൽ അയാൾക്കത് ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ സൈക്കോളജിയാണ്. ട്രേഡിങ്ങിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതൊക്കെ സൈക്കോളജിയാണ്. സോ താങ്ക് യു വെരി മച്ച്. നിയോ പ്ലാന്റ്, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നെപ്പോളിയൻ എന്നാണ് ഞാൻ ആദ്യം കരുതിയത്, നെപ്പോളിയൻ അല്ല. ഓക്കെ, മിഥുൻ കുറ്റിക്കോൽ, IT സ്റ്റോക്ക് സീംസ് റിക്കവറി, പ്ലീസ് അഡ്വൈസ്. ഇന്ന് എന്താ പറയുക, മെറ്റൽ, ചൈനയുടെ എന്തോ ഒരു പ്രൊഡക്ഷനിലുള്ള ഒരു ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഇന്ന് മെറ്റൽ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. IT ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല കേട്ടോ. ദെൻ മിഷാൽ മുന്ന, നല്ലവണ്ണം പ്രൈസ് കുറഞ്ഞ സ്റ്റോക്കുകൾ X-Mindtree ഇപ്പോൾ പതിയെ വാങ്ങാൻ അവസരം. കാരണം ലാർജ് സ്റ്റോക്ക് ഒരുവിധം ഉയരത്തിലെത്തി. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ താഴ്ന്നു നിൽക്കുന്ന സ്റ്റോക്കുകൾ ഉയരത്തിലെത്തും അല്ലേ റഷീദ് സർ? ഇതിനെക്കുറിച്ച് എനിക്കെന്തായാലും ഈ സമയത്ത് ലോങ് പൊസിഷൻ, സ്വിംഗ് ട്രേഡുകളൊക്കെയാണ്. ലോങ് പൊസിഷൻ ഒരു 1 year ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകളാണ് ഈ സമയത്ത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ്. ഇലക്ഷന് ശേഷം ബഡ്ജറ്റ് വന്നിട്ട്, ഇനി വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ബഡ്ജറ്റ് വന്നതിന് ശേഷം നിങ്ങൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മിസ്റ്റർ സലീം ഖാം, സർ കഴിഞ്ഞ ദിവസം ICICI ഡയറക്റ്റിനെ പറ്റി ഒരു വലിയ പ്രശ്നം പറഞ്ഞില്ലേ, ആ കാര്യം പിന്നെ അന്വേഷിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? സത്യം പറഞ്ഞാൽ ഞാൻ അതിലൂടെ അതങ്ങ് വിട്ടുപോയി. കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള വലിയ കമ്പനികളെ കുറിച്ച് വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. രണ്ടാമത്തത്, എനിക്കതിനെക്കുറിച്ച് അതിൻ്റെ ഫർദർ ഒരു ഫോളോ അപ്പിന് സമയം കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ്. നിസാമുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് മൺഡേ ട്രേഡിംഗ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഇന്ന് ട്രേഡിംഗ് ഉണ്ടായിരുന്നല്ലോ, എന്താ കുഴപ്പം?
ശ്രീരാംദാസ് ഏപ്രിൽ 1 ഫൂളാക്കുമോ മാർക്കറ്റ്, അതായത് ഒരു 25 പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ പ്ലേ. സത്യം പറഞ്ഞാൽ ഇതാണ് ശ്രീരാംദാസ് ഇന്ന് സംഭവിച്ചത് കേട്ടോ. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ കളിച്ചിട്ട് നമ്മൾ ഫൂളാക്കി, ആർക്കും പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിൽ വന്ന കമൻറ്റുകളാണ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെക്ഷനിലും കുറേ കമൻറ്റുകൾ വന്നു. പ്രീ മാർക്കറ്റ് സെക്ഷൻ ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, പരമാവധി ടൈം കൺസംഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ ഒരു ഓൺലൈനിൽ തന്നെ ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ കവർ പേജ് ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നൊരു കാര്യമാണ്. സോ ഞാൻ അതെല്ലാം തന്നെ ഓൺലൈൻ തന്നെ ആക്കി മാറ്റി. അപ്പോൾ നോക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ട് കണ്ടിരിക്കുന്ന 444 പേരാണ്. 31 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഗുഡ് ലക്ക്, താങ്ക് യു. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? സുഗു പ്രമോ, ഓക്കെ. ആദം 22 താങ്ക് യു. ആൻഡ് മാത്യു ജോസഫ് താങ്ക് യു. അതിപ്പൻ താങ്ക് യു വെരി മച്ച്. ഷാജി എ ഗുഡ് സ്റ്റാർട്ട് താങ്ക് യു വെരി മച്ച്. ഷാജി T100 താങ്ക് യു. ആൻഡ് മുഹമ്മദ് അഷ്റഫ് താങ്ക് യു വെരി മച്ച്. താങ്കളുടെ മോർണിംഗ് ന്യൂസ് നല്ലതാണ്, മുടങ്ങാതെ ശ്രമിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ. രാകേഷ് താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മോർണിംഗ് സെഷൻ. താങ്ക് യു രാകേഷ്. ശൈലേഷ് കുമാർ എം താങ്ക് യു വെരി മച്ച്. അരുൺ അധികാരത്ത്, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു വെരി മച്ച്. പ്രസന്ന ബ്രിങ്കിൾ വിഷിംഗ് ഗുഡ് ലക്ക്, താങ്ക് യു വെരി മച്ച്. പ്രോലിഫിക് കലക്കി ഗുഡ് സ്റ്റാർട്ട് ഫോർ എ മന്ത്, ദെൻ താങ്ക് യു ഫോർ ഓൾ യുവർ എഫേർട്ട്, താങ്ക് യു വെരി മച്ച്. ലിയോ ഓക്കെ. ലിയോ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. താങ്ക് യു ലിയോ. ആൻഡ് ബൈജു ജോസഫ് താങ്ക് യു വെരി മച്ച്. മൻസൂർ താങ്ക് യു വെരി മച്ച്. ജിതിൻ ചെയിൻ താങ്ക് യു. സ്റ്റോക്ക് ന്യൂസ് കൂടെ വേണം സർ, ബെസ്റ്റ് വിഷസ്, താങ്ക് യു വെരി മച്ച്. ഞാൻ അത് പരമാവധി സ്റ്റോക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യൂസ് അപ്ഡേറ്റ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെവി മൂവ്മെൻറ്റ് ഉണ്ടായ സ്റ്റോക്കുകളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാം. ദെൻ പ്രോലിഫിക് പ്ലീസ് ഇൻക്ലൂഡ് വാട്ട് ഇൻഡെക്സസ് ടു കൺസിഡർ ഈച്ച് ഡേ ആൻഡ് അവോയ്ഡ് ഈച്ച് ഡേ. ഇൻഡെക്സ് അല്ല, സ്റ്റോക്കുകളായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാനതിന് ശ്രമിക്കുന്നതായിരിക്കും. സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ്, എന്തായാലും സ്റ്റോക്കുകളുടെ ബാൻ ലിസ്റ്റ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നോക്കാം. ഞാനിത് ഏകദേശം ഒരാഴ്ചയായിട്ട് ട്രയൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നാണ് റിലീസ് ചെയ്തത്. സോ നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെ കിട്ടുന്നു, എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.